നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്കൊന്ന് കഴിക്കണം തോന്നി. എനിക്കിതൊക്കെ കാണുമ്പോൾ കൊതിയാണ് കേട്ടോ. നമ്മൾ പണ്ട് കഴിക്കുന്നതല്ലേ, പുളിക്കകത്ത് പഞ്ചസാര ഇട്ടും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്കിലേക്ക് വരാം. അരിപ്പൊടിക്കകത്ത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക. കൈയിട്ട് ഇളക്കരുത്, കൈ പൊള്ളും. തവി വെച്ചോ സ്പൂൺ വെച്ചോ ഇളക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നല്ലതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് നല്ല മയത്തിലെടുക്കുക കേട്ടോ. ചൂടാക്കുകയല്ല, നല്ലതുപോലെ തിളപ്പിച്ച് നല്ല വെട്ടി തിളപ്പിച്ച് തന്നെ എടുക്കണം. വെള്ളത്തിൽ ഉപ്പിട്ട ആയതുകൊണ്ട് നമുക്ക് വേറെ ഉപ്പിടണ്ട. പിന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ച അരിപ്പൊടിയിലേക്ക് നമുക്ക് നെയ്യും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. നല്ലതുപോലെ മയപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവി കയറ്റിയെടുക്കാം. ഇത് വേറെയൊന്നുമല്ല, നമ്മുടെ നാടൻ കുഴക്കട്ടയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നല്ല വെണ്ണ പോണക്ക് അലിഞ്ഞു പോകുന്ന രീതി, കാരണം വെള്ളം തിളപ്പിച്ചിട്ടല്ലേ നമ്മൾ അരിപ്പൊടി കുഴച്ചത്. അപ്പോൾ ഈ ഒരു രീതി തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. പിന്നെ ഒരു പഴവും കൂടി ഇട്ട് ഞെവിടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.